നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നീരോലിയെയാണ്. നീര് വലിച്ചെടുക്കാൻ ശേഷിയുള്ളത് കൊണ്ടാണ് മലയാളത്തിൽ ഇതിനെ നീരോലി എന്ന് നമ്മളെല്ലാം വിളിച്ചു പോരുന്നത്. യൂഫോർബിയേസി കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫിലാന്തസ് റെറ്റിക്കുലേറ്റ എന്നാണ്. പൂലിക, കൃഷ്ണ കാമ്പോജി, ബഹുപുഷ്പിക, ബഹുപ്രജ എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ ഇതിൻ്റെ നാമധേയങ്ങൾ. ഇന്ത്യയിലുടനീളം ഇത് വളർന്നു വരാറുണ്ട്. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. 1 മുതൽ 3 മീറ്റർ വരെ നീളത്തിലാണ് ഇത് വളരാറുള്ളത്. അതിർത്തികളിൽ പണ്ട് വേലിക്കു പകരം ഇത് നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ശാഖകൾ വളരെ മൃദുവാണ്. വളരെ മനോഹരമാർന്ന ഇതിൻ്റെ ഫലം പച്ച നിറത്തിലും പഴുത്തു കഴിഞ്ഞാൽ വയലറ്റ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ വിത്തുകൾ അസമമാണ്. ഇതിൻ്റെ എല്ലാ ഭാഗവും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ ഇല പണ്ടുകാലങ്ങളിൽ താളിയായി ഉപയോഗിച്ചു വരാറുണ്ടായിരുന്നു. മൂത്രത്തെ ഒഴുകി പോകുവാനും അതുപോലെ മലബന്ധത്തെ ഇല്ലാതാക്കുവാനും ഈ നീരോലിക്ക് കഴിവുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. നീരോലി ആ ചെടി വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നീരിനെ വലിച്ചെടുക്കുന്നതെന്നർത്ഥം. അതായത് ഇതിൻ്റെ ഈ തണ്ടും ഇലയും കൂടി കഷായം വെച്ചിട്ട് അത് അകത്തേക്കും. ഇതിൻ്റെ ഇല അരച്ച ഈ പുറമേയും പറ്റിക്കഴിഞ്ഞാൽ നീര് പെട്ടെന്ന് പറ്റും. ഏത് വിധത്തിലുള്ള നീരായാലും ഇപ്പോൾ മുട്ടിലോ അല്ലെങ്കിൽ കാലിൻ്റെ മുകളിലോട്ട് നീരുണ്ട്, ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ നീര് പെട്ടെന്ന് നിൽക്കും. പിന്നെ ഇതിൻ്റെ ഈ ഇല ചെറിയ തണ്ട്, കട്ടിയുള്ളതല്ല, ചെറിയ തണ്ടും ഇലയും കൂടിയിട്ട് താളിയാക്കി തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഈ താരൻ ശമിക്കുന്നതാണ്. താരന് ഏറ്റവും നല്ലൊരു താളിയാണ് ഈ നീരോലി എന്ന് പറയുന്നത്. ഇതിൻ്റെ പഴം ചെറിയ പഴം ഏകദേശം ഞാവലപ്പഴത്തിൻ്റെ പോലെ, ചെറിയ ഞാവൽപ്പഴം എന്ന് അതിന് പേര് പറയാം. അത് നല്ല ന്യൂട്രീഷ്യസാണ്, നല്ല പോഷക സമൃദ്ധമാണ്. അത് ധാരാളം ഒരു 10-20 കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശോധനയുണ്ടാവും, ശരീരത്തിന് നല്ല ബലം ഉണ്ടാവുന്ന ഒരു പഴമാണിത്. പിന്നെ ഈ നീരോലി ധാരാളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഈ പഴം കിട്ടുന്ന ഏകദേശം ഈ വേനൽക്കാലം കഴിഞ്ഞാൽ കിട്ടും. പഴം ധാരാളം എടുത്തിട്ട് അത് ജ്യൂസ് അടിക്കുക. ഈ പഴം ജ്യൂസ് അടിച്ചിട്ട് ലേശം കൽക്കണ്ടം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം ദാഹം, അതുപോലെ ശരീരത്തിലുള്ള ചുട്ടുനീറ്റിൽ ഇതൊക്കെ മാറും.